പീരുമേട് തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമൻ എംഎൽഎക്ക് ആശ്വാസം. തെരഞ്ഞെടുപ്പ് വസ്തുതകൾ മറച്ചുവെച്ചാണെന്ന എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ആദ്യം സിറിയക് തോമസിന്റെ പ്രതികരണം. പൂർണ്ണമായിട്ടും ഒരു ശരിയായ രീതിയിൽ നോമിനേഷനോടൊപ്പമുള്ള അഫിഡവിറ്റ് അത് പൂരിപ്പിച്ചില്ല. അത് തീർച്ചയായിട്ടും വലിയ ഒരു നിയമവിരുദ്ധമാണ്. അത് സുപ്രീം കോടതി വിധികളുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച റീസർജൻസ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ അതിൻ്റെ വിധിയുടെയൊക്കെ ലംഘനമാണ്. അതിന് എതിരെയാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ആ കേസ് തള്ളിക്കളയണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വിധി തെരഞ്ഞെടുപ്പ് ജയം തള്ളിക്കളയണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കോടതി അനുവദിച്ചില്ല. കോടതി നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കോടതി നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്. അത് സബ്സ്റ്റാൻഷ്യൽ നേച്ചറാണോ അല്ലയോ എന്നുള്ളതാണ് അതിനകത്തൊരു ചോദ്യം വന്നത്. ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്. അത് കോടതിയാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അത് കോടതി അത് എത്രത്തോളം അതിൻ്റെ ആ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്തതിനകത്ത് കോടതി അതിനകത്ത് എങ്ങനെയൊക്കെ വസ്തുതകൾ പരിഗണിച്ചെന്ന് നമുക്കറിയില്ല. അത് സുപ്രീം കോടതി ഉറപ്പായിട്ടും സമീപിക്കും. ഓക്കെ, സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സിറിയക് തോമസ് പറയുന്നു. രാഗിനാണ് വിവരങ്ങളുമായുള്ളത്. രാഗിൻ, വാഴൂർ സോമനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി, എതിർ സ്ഥാനാർത്ഥിയുടെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, പീരുമേട് എംഎൽഎ വാഴൂർ സോമന് ആശ്വാസമാകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പീരുമേട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നതായിരുന്നു ഈ ഒരു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് ആണ് ഹർജി നൽകിയത്. ആ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും ഉയർത്തിയിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ വാഴൂർ സോമൻ തെരഞ്ഞെടുപ്പ് നോമിനേഷനൊപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിൽ അതിൽ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതായിരുന്നു ആരോപണം. അതിലേക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇതായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഭാര്യയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. മാത്രമല്ല ഇൻകം ടാക്സ് റിട്ടേൺ അത് 1 വർഷത്തെ മാത്രമാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നൽകിയില്ല. മാത്രമല്ല ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങൾ നൽകിയിട്ടില്ല. മാത്രമല്ല പല കോളങ്ങളിലും നിൽ എന്നാണ് രേഖപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കൂടാതെ ഈ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ചുമതല കൂടി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതായത് ഒരു ഇരട്ട പദവി എന്ന കാര്യവും കൂടി ഈ എതിർ സ്ഥാനാർത്ഥി മുന്നോട്ട് വച്ചിരുന്നു. ആ ഹർജിയിൽ പ്രധാനമായും ആരോപണമായി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ വാഴൂർ സോമൻ ഇതിന് കോടതിയിലടക്കം മറുപടി നൽകിയത് ഭരണാധികാരിയുടെ അനുമതിയോട് കൂടിയാണ് ഇതിൽ ചില തിരുത്തലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി താനത് നൽകിയിട്ടുള്ളതാണ്, അല്ലാതെ ബോധപൂർവം ഒരു കാര്യങ്ങളും മറച്ചുവെച്ചിട്ടില്ല എന്നതായിരുന്നു വാഴൂർ സോമന്റെ പ്രതികരണം. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും തേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയിരുന്നു. അതായത് ഭരണാധികാരിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കേണ്ടയാൾ. അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഈ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇതടക്കം പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും വാഴൂർ സോമന് ആശ്വാസമാണ്. ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തേക്ക് വരൂ. എന്തായാലും ഇപ്പോൾ വാഴൂർ സോമന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് കേസ് റദ്ദാക്കണമെന്ന ഹർജി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്തായാലും പീരുമേട് തെരഞ്ഞെടുപ്പ് കേസിൽ സിറിയക് തോമസിന്റെ UDF സ്ഥാനാർത്ഥിയുടെ ഹർജി തള്ളിയിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഹർജി. ആ ഹർജി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി.